പരീക്ഷത്തിൻ്റെ സംശയങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിച്ചതിന് ശേഷം ശ്രീശുകൻ പറഞ്ഞു തുടങ്ങി. അങ്ങേക്കു മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ ഉപകാരപ്രദമായ അത്യുത്തമമായ ചോദ്യങ്ങളാണ് അങ്ങ് ചോദിച്ചത്. തൻ്റെ ആത്മതത്വം അറിയാതെ കുടുംബം, പരിവാരം തുടങ്ങിയവയിൽ മുഴുകി സ്ത്രീ സംസർഗത്താലും ധനസമ്പാദനത്തിനുള്ള അധ്വാനത്താലും പകലിരവുകൾ കഴിച്ച് ആയുസ് കളയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈശ്വരൻ്റെ മഹിമയെ അറിയാനും ചിന്തിക്കാനും ശ്രമിക്കാതെ ഈ ശരീരത്തെ മാത്രം പോഷിപ്പിക്കുകയും അതിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവർ അറിയുന്നില്ല, മോക്ഷത്തിനായി ആശ്രയിക്കേണ്ടത് സാക്ഷാൽ ശ്രീഹരിയെ ആണെന്ന്. അവസാന കാലത്ത് നാരായണ സ്മരണ ഉണ്ടാവുക എന്നതാണ് മനുഷ്യരുടെ എല്ലാ പ്രയത്നങ്ങളുടെയും യഥാർത്ഥ ഫലം. അല്ലയോ രാജാവേ, നിർഗുണ ബ്രഹ്മത്തിലും തത്വചിന്തയിലും വിരാജിക്കുന്ന മുനിമാർ പോലും ശ്രീഹരിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്നതിൽ ആനന്ദം കൊള്ളുന്നു. ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ ഞാൻ എൻ്റെ പിതാവായ വേദവ്യാസനിൽ നിന്നും പഠിച്ച ഭാഗവതം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഇത് ബ്രഹ്മാവാണ് എൻ്റെ അച്ഛനെ പഠിപ്പിച്ചത്. നിരാകാരനും നിർഗുണനുമായ പരമാത്മാവിൽ ഉറച്ചിരിക്കുന്നവനാണെങ്കിലും ശ്രീഹരിയുടെ ലീലകൾ അങ്ങേക്ക് വർണ്ണിച്ചു തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മുനിമാർക്കും ഗൃഹസ്ഥർക്കും ഒരുപോലെ മുക്തിദായകമാണത്. 1000 വർഷം ഭഗവാനെ അറിയാതെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അത്യുത്തമമാണ് 2 നാഴിക മാത്രം ഭഗവാനെ അറിഞ്ഞു ജീവിക്കുക എന്നത്. പണ്ട് ഘടാംഗൻ എന്ന രാജാവ് ദേവന്മാരുടെ സഹായിയായി നിന്ന് അസുരരെ തോൽപ്പിച്ചു. അതിൽ സംപ്രീതരായ ദേവന്മാർ അദ്ദേഹത്തിന് വരമായി വേണ്ടത് എന്താണെന്ന് ചോദിച്ചു. തനിക്കിനി എത്ര ആയുസ് ഉണ്ട് എന്നറിഞ്ഞാൽ മാത്രം മതി എന്നാണ് ഘടാംഗൻ പറഞ്ഞത്. 2 നാഴിക അഥവാ ഒരു മുഹൂർത്തം മാത്രമേ ഇനി ആയുസ്സു ബാക്കിയുള്ളൂ എന്ന് അറിഞ്ഞ ഘടാംഗൻ ഭൂമിയിൽ വന്ന് സർവസംഘ പരിത്യാഗം ചെയ്തു വിഷ്ണുപാദം പൂകി. അല്ലയോ രാജൻ, അങ്ങേക്കിനി 7 ദിവസങ്ങളുണ്ടല്ലോ. അതിനുള്ളിൽ പരലോകത്തിലേക്ക് ഉപകരിക്കുന്നതെല്ലാം നിറവേറ്റിക്കൊള്ളുക. മരണകാലം ആസന്നമായാൽ ഈ ശരീരത്തോടും ജീവിതത്തോടുമുള്ള ആസക്തികൾ വിരക്തിയാൽ അറുത്തു കളയണം. ഗൃഹത്തിൽ നിന്ന് ദൂരെ പോയി തീർത്ഥജലത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തി ശുദ്ധമായ സ്ഥലത്ത് ഉചിതമായ ഇരിപ്പിടത്തിലിരുന്ന് ബുദ്ധിയെ ചലിപ്പിക്കാതെ ഇരിക്കണം. പ്രാണായാമം ചെയ്ത് ഓംകാരം ചൊല്ലി മനസ്സ് അചഞ്ചലമാക്കി വയ്ക്കണം. ബുദ്ധിയാകുന്ന സാരഥി മനസ്സെന്ന കടിഞ്ഞാൺ കൊണ്ട് ഇന്ദ്രിയങ്ങളെന്ന കുതിരകളെ മറ്റു വാസനകളിലേക്ക് തിരിക്കാതെ ഒതുക്കി നിർത്തി ഭഗവത് സ്വരൂപത്തിൽ ഉറപ്പിക്കണം. തുടർന്ന് യോഗാസന വിധികളെപ്പറ്റിയും ഭഗവാന്റെ വിരാട് സ്വരൂപത്തെയും വൈരാഗ്യത്തെയും കുറിച്ചുമെല്ലാം ശ്രീശുകൻ വിശദമായി വിവരിച്ചു. ഏകാഗ്രമായ മനസ്സോടെ ധ്യാനനിഷ്ഠനായി ഭഗവാന്റെ സർവാഭരണ വിഭൂഷിതമായ രൂപം മനസ്സിൽ ധ്യാനിക്കുക. ഈ പ്രപഞ്ചം തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. മറ്റൊന്നിലേക്കും മനസ്സ് വ്യാപരിപ്പിക്കാതെ വിരക്തിയോടെ ആ ദിവ്യരൂപത്തിൽ മാത്രം മനസ്സ് വ്യാപരിപ്പിക്കുന്നതാണ് ഭക്തി. ഭഗവാന്റെ വിരാട് സ്വരൂപം, അതായത് ഈ 14 ലോകങ്ങളും സർവചരാചരങ്ങളും ഭഗവാൻ തന്നെയാണ് എന്ന് കരുതുന്നതും ഭക്തി തന്നെ. ഇനി ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭക്തി തന്നെ. തുടർന്ന് വിശദമായി പാതാളം, ഭൂതലം, മഹാതലം, രസാതലം, തലാതലം, അതലവിതലങ്ങൾ, ദേവലോകം, മഹർലോകം, തപോലോകം, ജനലോകം, സത്യലോകം തുടങ്ങിയ ലോകങ്ങളും അവ ഭഗവാന്റെ ഏതൊക്കെ ശരീരഭാഗങ്ങളായി കരുതുന്നു എന്നും വിശദീകരിച്ചു. ഈ ലോകങ്ങളെല്ലാം കൂടി ഭൂലോകം, ഭുവർലോകം, സ്വർലോകം എന്ന് വ്യവഹരിക്കപ്പെടുന്ന 3 ലോകങ്ങളായി സങ്കല്പിക്കുന്നു എന്നും ശ്രീശുകൻ പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്തു. തുടർന്ന് വൈരാഗ്യം, ക്രമമുക്തി, സദ്യോമുക്തി തുടങ്ങിയവയെക്കുറിച്ച് ശ്രീ ശുകമഹർഷി വിവരിച്ചു. ജീവിതത്തിലെ സുഖങ്ങളെല്ലാം നൈമിഷികമെന്ന് കരുതുവാൻ മനസ്സിനെ പ്രാപ്തമാക്കി സുഖദുഃഖങ്ങളെ സമമായി കാണുവാനും ഒന്നിനോടും സംഘമില്ലാതെ ഇരിക്കുവാനും എന്നാൽ ജന്മജന്യങ്ങളായ കർമ്മങ്ങളെ യഥാവിധിയായി അനുഷ്ഠിക്കുന്നതുമാണ് വൈരാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വൈരാഗ്യബുദ്ധിയോടെ ഭഗവാനെ നിരന്തരം ധ്യാനിച്ച് പരമാത്മാവും താനും ഒന്നുതന്നെ എന്ന ബോധമുറപ്പിച്ച് പടിപടിയായി പ്രാണനെ പരമപദത്തിലെത്തിക്കുന്നത് സദ്യോമുക്തി എന്നറിയപ്പെടുന്നു.